ഡീല് മഞ്ചേശ്വരത്ത് ആര് പറഞ്ഞിട്ടാണ് SDP പിൻവലിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം ആരാണ് ഡീൽ ചെയ്യുന്നത്? ഡീലിന്റെ കാര്യം പറയുമ്പോൾ ഈ തൃപ്പൂണിത്തറയും ഏറ്റുമാനൂരും ഒക്കെ 2020 കൊടുത്തതൊരു ഡീലാണ് എന്ന് സംശയം തെളിയിച്ചാൽ അതിങ്ങനെ ഒരു ഡീല്. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരുമിച്ച് മത്സരിക്കുന്നത് CPM കോൺഗ്രസും. എന്നിട്ടാണ് ഞങ്ങളുടെ B ടീമാണ് A ടീം എന്ന് പറഞ്ഞ് നടക്കുന്നത്. FCR ഒരു വിഷയമായില്ലേ? അത് അല്ല, ഒരു വിഷയമൊന്നുമല്ല. FCR ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രമാണോ? അല്ലോ, എല്ലാവരും അല്ല. KSRTCയിൽ സൗജന്യ ടിക്കറ്റ് കൊടുക്കുമ്പോൾ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? KSRTCക്ക് ബസ്സില്ല, ഇത് ഫ്രീ ആയിട്ട് കൊടുത്താൽ പിന്നെ എന്താ നടക്കാൻ പോകുന്നതാണ്? ഈ ഇന്ദിരാ ഗ്യാരണ്ടീസ് എല്ലാം പറയുമ്പോൾ ആ ഇന്ദിരാഗാന്ധി, പാവം ഇന്ദിരാഗാന്ധി നല്ലൊരു ലീഡറായിരുന്നു. എന്തിനാണ് ഇന്ദിരാഗാന്ധിൻ്റെ പേര് ചീത്താക്കുന്നത്? ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയാണോ തീരുമാനിക്കേണ്ടത് ഞങ്ങൾ എന്താ ശബരിമലയെ കുറിച്ച് പറയേണ്ടത്? രാഹുൽ ഗാന്ധിൻ്റെ അമ്മയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ കെട്ടിപ്പിടിച്ച് 5 തവണ കാണുന്നത്? താക്കോലും പൂട്ടും എല്ലാം എൻ്റെ കയ്യിലാണ്, ഞാൻ പൂട്ടി വയ്ക്കും, BJPക്ക് വരാൻ പറ്റില്ല. ഈ അഹങ്കാരം എല്ലാം അതിൻ്റെ സമയങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്യൂബയുണ്ട്, ഒരു CPM കേരളത്തിലുണ്ട്. രണ്ടും പൊളിയും. അതൊരു കുറച്ച് സമയം കഴിയുമ്പോൾ അതും പൊളിയും. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെയും പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് മികച്ച പ്രകടനം നടത്തുമെന്നത് തന്നെയാണ്. രാഷ്ട്രീയ നിരീക്ഷകർ അത് അടിവരയിട്ട് പറയുന്നു. BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് BJP എത്ര സീറ്റ് കിട്ടും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം. വളരെ അഭിനന്ദനങ്ങൾ ഈ വല്ലാത്തൊരു ചരിത്ര മുഹൂർത്തത്തിൽ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട്. അയ്യോ. അപ്പോൾ അങ്ങ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ആദ്യമായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അങ്ങ് ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്തായിരുന്നു ഇതിൻ്റെ തയ്യാറെടുപ്പ്? അല്ല, ഷാജൻ ഓർമ്മ ഉണ്ടാവില്ല. ഷാജൻ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കറക്റ്റ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞ കാര്യം ആണ് ഞാൻ ചെയ്യുന്നത്. പാർട്ടി ചെയ്യുന്നത് എന്താണ്, ഇവിടെ ഒരു വ്യത്യാസം കൊണ്ടുവരണം, ഒരു മാറ്റം കൊണ്ടുവരണം. കഴിഞ്ഞ 12 കൊല്ലം നരേന്ദ്രമോദിജി ഒരു വികസന രാഷ്ട്രീയം ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് ഇവിടെ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല? അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. വലിയ ഒരു രാഷ്ട്രീയ തന്ത്രമോ അങ്ങനെ വലിയ രാഷ്ട്രീയ വിദ്വാന്മാരും എല്ലാം ഒരുമിച്ച് ഇന്ന് തീരുമാനിച്ച ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല. ഞങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറയുന്നത്, നോക്കൂ, നരേന്ദ്രമോദിജി ഇന്ത്യയിൽ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാറ്റവും വികസനവും വേണ്ടേ? അതിന് ഇപ്പോൾ 3 പാർട്ടികളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഓപ്ഷനായിട്ട്. അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഈ വികസനവും ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ താല്പര്യം കഴിവുള്ള പാർട്ടികൾ ആരാണ്, ഏത് പാർട്ടിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വോട്ട് ചെയ്താൽ നാടിന് ഗുണവും ഭാവി ജനറേഷൻസിൻ്റെ ഗുണം ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ഒരു കാര്യം ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ മുമ്പ് പറഞ്ഞതാണ്, 26-ന്റെ ഈ ഇലക്ഷൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ട് മാറും. അത് മാറും. ഒരു ഭരണമാറ്റം മാത്രമല്ല, ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം വരും. ഞാൻ ഇന്നെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, CPM-ഉം കോൺഗ്രസ്സും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണത്. വിവാദങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന 2 പാർട്ടിയും ഇന്ന് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, CPM പറയുന്നു ഞങ്ങളിൽ തൊഴിൽ കൊണ്ടുവരുന്നു. അതെ, അതെല്ലാം എന്താ ഒരു കോമഡിയാണോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 10 കൊല്ലം ഒന്നും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് CPM ഇന്ന് 10 കൊല്ലം കഴിഞ്ഞ് ഇലക്ഷൻ്റെ 7 ദിവസം മുമ്പ് തൊഴിൽ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ വെഡ്ഡിയാക്കുന്ന ഒരു തന്ത്രം മാത്രമല്ല, ജനങ്ങളെ വെഡ്ഡിയാവില്ല എന്ന് അവർക്കും അറിയാം. ഒരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. എന്താണ് വ്യത്യസ്തമായി UDF-ഉം LDF-ഉം വെക്കുന്നത് വ്യത്യസ്തമായി കേരളത്തിലെ ജനങ്ങളോട് അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നത്? BJP പറയുന്നത് എന്താണ്? ഞങ്ങൾ പറയുന്നത്, നോക്കൂ, ഇതുവരെ 70 കൊല്ലമായി കോൺഗ്രസ്സിന് ജനങ്ങൾ എത്രയോ തവണ അവസരം കൊടുത്തു, CPM-നും എത്ര തവണ അവസരം കൊടുത്തു, കോൺഗ്രസ്സിന് എന്താ കൺട്രി ലെവൽ, നാഷണൽ ലെവൽ അവസരം കൊടുത്തു.
8 മന്ത്രിമാരായിരുന്നു കോൺഗ്രസ് സർക്കാരിൽ UPA സർക്കാരിൽ കേരളത്തിൽ. നമുക്ക് എന്ത് കിട്ടി? നമ്മൾ കുട്ടികൾ ഇന്നും മൈഗ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ കുട്ടികൾ ഇന്നും 40% കുട്ടികൾ അൺഎംപ്ലോയിഡാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. ഒരു കാലത്ത് ഫുഡ് സർപ്ലസ് ആയ ഒരു കേരളം ഇന്ന് എല്ലാ ഭക്ഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് കൊണ്ടുവരുന്നു. ഇതാണോ കേരളത്തിൻ്റെ ഭാവി? അപ്പോൾ ഇതിനിപ്പോൾ മാറ്റണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മാറ്റാൻ ആർക്കാണ് കഴിവും ഒരു കാഴ്ചപ്പാടും താല്പര്യമുള്ളതാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രശ്നം. മാറ്റണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചു, മതിയായി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു റീസെറ്റിൽ CPM കഴിയില്ല. ഞാൻ ഇന്നലെ ഞങ്ങളുടെ മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് നാടിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ 3 ഓപ്ഷനാണ്. ഒന്നൊരു ക്യൂബ സ്റ്റൈൽ ഫ്യൂച്ചർ, അത് ഒന്നുമില്ല, എല്ലാവരും പാവങ്ങളാണ്, അല്ല മാർക്സിൻ്റെ ഐഡിയോളജീൻ്റെ പ്യുവർ ഫോളോവേഴ്സ് ആണ്, പക്ഷേ ബാക്കിയൊന്നുമില്ല. അതൊരു ഓപ്ഷൻ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഒരു സൈക്കോഫാൻറ്റിക് ക്രോണി ക്യാപിറ്റലിസം പോലൊരു മോഡൽ. അത് നമ്മൾ കർണാടകയിൽ ഇന്നും കാണുന്നു. 10 കൊല്ലം ഭരിച്ച UPA അതിൻ്റെ ഒരു വലിയ റെക്കോർഡ് സെറ്റ് ചെയ്ത UPA സർക്കാരായിരുന്നു. അതാണോ രണ്ടാമത്തെ ഓപ്ഷൻ? മൂന്നാമത്തെ ഓപ്ഷൻ ഈ വികസന മോഡൽ, അത് BJP മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസന രാഷ്ട്രീയം. അത് 2014 മുമ്പ് ഞങ്ങൾ പറയാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും അത് വെറുതെയാണ്. ഇന്നിപ്പോൾ 12 കൊല്ലമായിട്ട് അതിൻ്റെ തെളിവുണ്ട്, പ്രൂഫുണ്ട്, ഉദാഹരണമുണ്ട്. അത് ഇന്ത്യ മാത്രമല്ല, UP നോക്കിയാലോ മഹാരാഷ്ട്ര നോക്കിയാലോ, UP എന്ന് പറഞ്ഞ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് 6-7 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ ഒരു പെർസെപ്ഷൻ? ലോ ആൻഡ് ഓർഡർ ഇല്ല, തൊഴിലില്ല, ഭയങ്കര വയലൻസാണ്, ക്രൈമാണ്. ഇന്ന് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ വരുന്നത് UPയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്ററും ടെക്നോളജി. അപ്പോൾ ഇതാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കൊമോഡിറ്റി ആയിട്ട്, പ്രീ എലക്ഷൻ കൊമോഡിറ്റി. അത് എലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുക്കുക, എലക്ഷന് വേണ്ടി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എലക്ഷൻ കഴിഞ്ഞിട്ട് അവർ മറക്കുക. ഇതായിരുന്നു ഇന്ന് വരെ നടന്ന ഒരു രീതി. പിന്നെ കുറേ പ്രസംഗവും കുറേ വലിയ വലിയ കാര്യങ്ങൾ പറയുക, ഐഡിയോളജി, വർഗീയവാദി, ഇത് മറ്റേതെല്ലാം പറഞ്ഞ് ജനങ്ങളെ മൊത്തം ശ്രദ്ധ വികസനത്തിൻ്റെയും ശ്രദ്ധ തിരിച്ച് വേറെ എന്തെങ്കിലും ഒരു ഡയറക്ഷനായിട്ട് കൊണ്ടുപോകുക. ഈ ഇലക്ഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്ത് തന്ത്രങ്ങൾ ചെയ്താലും വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. അത് ജനങ്ങൾ ഏറ്റെടുത്തു. മാറ്റം. ഇന്ന് ഞാൻ രാവിലെ ഒരു പരിപാടി പോയപ്പോൾ BJP പരിപാടി, അവരെന്നെ അമ്മമാരും കുറച്ച് സീനിയർ സിറ്റിസൺ പറഞ്ഞു മാറ്റം വേണം, മാറ്റണം. അപ്പോൾ അവരെന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു മാറ്റം, നമുക്കൊരു മാറ്റം നമ്മുടെ ഒരു ആവശ്യമാണെന്ന് അവർ ഏറ്റെടുക്കുന്നു. ആ മാറ്റം എന്നൊരു ഇഷ്യൂ വരുമ്പോൾ ആരാണ് ഈ മാറ്റം കൊണ്ടുവരാൻ ഏറ്റവും നല്ലൊരു പാർട്ടി അല്ലെങ്കിൽ കാൻഡിഡേറ്റ് എന്ന് ആ ഒരു മനസ്സിൽ വെച്ച്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം, എനിക്ക് കേരളവുമായി ബന്ധപ്പെട്ട എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് മാനുഫാക്ചറിങ്ങേ ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല. കറക്റ്റ്. അതേസമയം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണമെങ്കിൽ ആദ്യം മുതലുള്ള സാധനമാണ്. അപ്പം ഇതിനെന്ത് പരിഹാരം ഉണ്ടാക്കുക? അതായത് ഇപ്പം തമിഴ്നാട്ടിൽ പോലും പ്രൊഡക്ഷൻ, അതുകൊണ്ടാണ് തൊഴിലുണ്ട്. നമുക്ക് എന്താണ് യൂത്തിനെ ഇവിടെ നിർത്താനും മാനുഫാക്ചറിങ് ചെയ്യാനും എന്താ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മാർഗരേഖ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ മാനിഫെസ്റ്റോ. ആ മാർഗരേഖയിൽ ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തപ്പോൾ 5 കാര്യങ്ങളാണ് ഞങ്ങൾ ഫൗണ്ടേഷണൽ പില്ലേഴ്സായിട്ട് ഈ വികസിത കേരളം മോഡൽ. ഇതുവരെ നമ്മൾ കേട്ടത് എന്താണ്? കേരള മോഡൽ. അത് കേരള മോഡൽ എന്നായിരുന്നില്ല, CPMൻ്റെ മോഡൽ. പിന്നെ അത് കോൺഗ്രസിൻ്റെ മോഡൽ. ഇന്നിപ്പോൾ ഞങ്ങൾ വെക്കുന്നത്, മാനിഫെസ്റ്റോ വഴി വെക്കുന്നത്, ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഒരു വികസിത കേരളം മോഡൽ ഞങ്ങൾ ഉണ്ടാക്കും. ആ വികസിത കേരളം മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ജോബ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റെവല്യൂഷൻ. എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം മാർക്സിസ്റ്റ് ഇവിടെ പ്രത്യേകിച്ച് റെവല്യൂഷൻ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ജോബ്സ്, അത് തൊഴിലും നിക്ഷേപ റെവല്യൂഷൻ. ആ ജോബും ഇൻവെസ്റ്റ്മെൻറ്റ് റെവല്യൂഷൻ ഏത് മേഖലയിലാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്? മാനുഫാക്ചറിങ്, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസ്സിങ്,
ടൂറിസം, ടെക്നോളജി, ഇങ്ങനത്തെ ഏരിയസിലാണ് ഞങ്ങൾ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. അതിന് ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി ഒരു എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ വന്നൊരു ഫാക്ടറി തുടങ്ങിയാൽ 1000 പേർക്ക് ജോലി കൊടുത്താൽ നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കോസ്റ്റ് 1000 കോടിയാണെങ്കിൽ ആ 1000 കോടീൻ്റെ സബ്സിഡി ഞങ്ങൾ തരും ബേസ്ഡ് ഓൺ എത്ര തൊഴിൽ നിങ്ങൾ ഇവിടെ സൃഷ്ടിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. പിന്നെ അപ്പോൾ മാനിഫെസ്റ്റോ ഒന്ന് വായിക്കണം എല്ലാവരും. ഞാൻ അഭ്യർത്ഥിക്കുന്നു, എല്ലാവരും ആ 4.5 മാസം അധ്വാനിച്ച് ഉണ്ടാക്കി ഓരോരോ കണക്ക് ഉണ്ടാക്കി പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയുന്ന ഓരോരോ ഇഷ്യൂസാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. വെറുതെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വാഗ്ദാനമല്ല. അല്ല, കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ മാനിഫെസ്റ്റോ ഡൽഹി അവിടെ നോക്കും, പിന്നെ ഞങ്ങളുടെ പാർട്ടി അത് ശ്രദ്ധിച്ചിട്ട് പരിശോധിക്കും, പിന്നെ പ്രൈം മിനിസ്റ്റർ പരിശോധിക്കും. ആ ലെവലിൽ സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ടാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെയും പ്രൈം മിനിസ്റ്റർ നോക്കൂ. പിന്നെ ആണോ? ഓ പിന്നെ അതിനുള്ള സമയമുണ്ട്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ ഈ പ്രഖ്യാപന എന്ന് പറഞ്ഞത് ഒരു വാഗ്ദാനമാണ്. അത് വലിയ സീരിയസ് ഇഷ്യൂ ആണ്. അത് എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഞാൻ പ്രൊപ്പോസ് ചെയ്യും, പക്ഷെ കൊടുക്കേണ്ടത് പാർട്ടിയാണ്. ആ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? PM അമിത്ഷാജി, നിതിൻ നബീൻജി, അവരെല്ലാം പരിശോധിച്ച് യെസ് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഗ്രീൻ ലൈറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ നമ്മുടെ ഇവിടെ ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഷോപ്സ് എല്ലാം ഉണ്ട്. പക്ഷെ ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുക ചെയ്തു. എൻ്റെ തന്നെ നിരവധി തവണ നോട്ടീസ് തരും. എന്തെങ്കിലും ടെക്നിക്കൽ കാര്യം പറഞ്ഞിട്ട് ഒഴിഞ്ഞു പറയണമെന്നൊക്കെ. എൻ്റെ വാടക വീട്ടിൽ ഞാൻ ഔദ്യോഗിക വാടകക്കാർക്ക് കുഴപ്പമില്ല, സർക്കാരിന് കുഴപ്പമില്ല. ഇത്തരത്തിൽ ഈ നിലവിലുള്ള ആളുകളെ സമാധാനത്തോടെ ഇവിടെ ബിസിനസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞത് കോൺസെപ്റ്റ് പ്രൈം മിനിസ്റ്റർ ഉണ്ടാക്കിയ കോൺസെപ്റ്റാണ്. പക്ഷെ ഇവിടെ ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിന് മിസ്കോട്ട് ചെയ്യും. കേരളമാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ബിസിനസ്സുകാരോട് ചോദിച്ച് നിങ്ങൾക്ക് എന്താണ് ഈ സർക്കാരിനെ കുറിച്ച് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അവർ യെസ് നോ ഗുഡ് ബാഡ് എന്ന് പറയുമ്പോഴാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. പക്ഷെ ഇവിടെ ബിസിനസ് ഇല്ലല്ലോ, ഇത് ആരോടാ ചോദിക്കുന്നത്? അപ്പോൾ ബിസിനസ് ഇല്ലാത്തൊരു സംസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഹൈ ആണ്. കാരണം ആരുമില്ല, ആർക്കും ഒന്നും പറയാനില്ല, എല്ലാം കൺസ്യൂമേഴ്സ് ആണ്. കറക്റ്റ്, അത് കറക്റ്റാണ്. അപ്പോൾ അല്ല, ഇത് നോക്കൂ, ഇതൊരു ഈസി ഒരു അങ്ങനെ ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. നിക്ഷേപ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരിക, കോൺഫിഡൻസ് കൊടുക്കുക. പിന്നെ അത് കോൺഫിഡൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റർ കോൺഫറൻസ് വിളിച്ചിട്ടല്ല, അവർക്കൊരു വണ്ടിയും കാറും കൊടുത്തിട്ടൊന്നുമല്ല, ഒരു ഇവൻ്റ് ഉണ്ടാക്കിയിട്ടല്ല. നമ്മുടെ പോളിസി ഫ്രെയിംവർക്ക്, പിന്നെ ആരെങ്കിലും ഇവിടെ ഒരു സ്ട്രൈക്കോ ഒരു നോക്കുകൂലി പോലെ ബ്ലാക്ക് മെയിൽ എന്തെങ്കിലും ചെയ്യാൻ നടന്നാൽ അതിന് സർക്കാർ എന്ത് ചെയ്യും? സംരക്ഷിക്കോ ബിസിനസ്സിനെ, തൊഴിലിനെ സംരക്ഷിക്കോ? ഇതെല്ലാം പറയാനും ചെയ്യാൻ കഴിവുണ്ടാവണം ആ സർക്കാരിന്, അല്ലെങ്കിൽ ഇതൊന്നും വരില്ല. കാരണം ഇന്നിപ്പോൾ കോമ്പറ്റീഷൻ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോമ്പറ്റീഷൻ വലിയ കോമ്പറ്റീഷൻ അല്ലേ. തമിഴ്നാട് കമ്പീറ്റ് ചെയ്യുന്നു കർണാടകേൻ്റെ ഒപ്പം, കർണാടക കമ്പീറ്റ് ചെയ്യുന്നു ഉത്തർപ്രദേശിനൊപ്പം, ഉത്തർപ്രദേശ് കമ്പീറ്റ് ചെയ്യുന്നു ഒറീസേൻ്റെ ഒപ്പം. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക്സ് കൊണ്ടുവരണം, ടെക്നോളജി കൊണ്ടുവരണം, ആഗ്രോ പ്രോസസ്സിങ് കൊണ്ടുവരണം, ടൂറിസം കൊണ്ടുവരണം എന്നെല്ലാം നമ്മൾ വിചാരിച്ചാലും, അത് ഒരു സഖാവ് വിചാരിച്ചാലോ കോൺഗ്രസ്സുകാരൻ വിചാരിച്ചാൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ വേണം. അത് CPM ചെയ്യാൻ പറ്റില്ല, കോൺഗ്രസിന് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് വേണ്ടത് വിവാദമാണ്. അവർക്ക് വേണ്ടത് ഞാൻ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് അതിൻ്റെ ഒരു എക്സ്ക്യൂസ് വേണം. എയിംസ് വന്നില്ല കാരണം സെൻട്രൽ ഗവൺമെൻറ് ചെയ്തില്ല, അത് പറയാനാണ് അവർ നടക്കുന്നത്. ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അതാണ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസും ഇവരുടെ പോളിറ്റിക്സ് ഓഫ് വിവാദത്തിൽ വലിയൊരു വ്യത്യാസം. ഞങ്ങൾ തീരുമാനിച്ചാൽ, ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കുന്നവരെ വിടില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ ശരിയാണ്. വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ വിട്ടുകളയുന്നുണ്ട്. ശബരിമല പോലുള്ള വിഷയങ്ങൾ നമ്മൾ വേണ്ട പോലെ ചർച്ച ചെയ്യുന്നില്ല എന്നൊരു സംശയമുണ്ട്. അല്ല, ചർച്ച ചെയ്യുന്നില്ല എന്ന് എങ്ങനെയാണ് ഇവർ പറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി വരുന്നു, കൊച്ചിയിൽ വരുന്നു 2 ആഴ്ച മുമ്പേ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു ശബരിമല കൊള്ളക്കാരെ ഞങ്ങൾ വിടില്ല.
ശബരിമല കൊള്ളക്കാരെ ജസ്റ്റിസിൽ കൊണ്ടുവരാൻ BJP NDA സർക്കാർ മാത്രമേ കഴിയുള്ളൂ. ഞാൻ ഉറപ്പ് തരുന്നു, മോദിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു, ഇവരെ ഞങ്ങൾ ജയിലിൽ അയക്കും. ഇനി എന്താ പറയണ്ടത്? ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഒരു മൊത്തം സെക്ഷൻ ഉണ്ട്. CBI ഇൻവെസ്റ്റിഗേഷൻ നടക്കണം, ദേവസ്വം ബോർഡിനെല്ലാം മാറ്റിവെക്കണം, റീവാമ്പ് ചെയ്യണം. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയാണോ തീരുമാനിക്കേണ്ടത് ഞങ്ങൾ എന്താ ശബരിമലയെ കുറിച്ച് പറയേണ്ടത്? രാഹുൽ ഗാന്ധിൻ്റെ അമ്മയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ കെട്ടിപ്പിടിച്ച് 5 തവണ കാണുന്നത്? അപ്പോൾ അതെല്ലാം വിടും. ഇതെല്ലാം പറയാൻ എത്രയോ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ അടുത്ത് പറയാനുണ്ട്, വെറുതെ വിവാദം സൃഷ്ടിക്കുക. പക്ഷേ ശബരിമല കൊള്ളയിൽ 2 പേരും ഒന്നാണ് എന്നാണ് BJPൻ്റെ നിലപാട്. ഇതിൽ ഒരു സംശയമില്ല, ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ ഇത് എല്ലാ ദിവസവും പറയേണ്ട കാര്യമാണോ? ഈ നാട്ടിൽ എത്ര പ്രശ്നങ്ങളില്ലേ? അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും അതെങ്ങനെ പറഞ്ഞ് ഇരിക്കണമെന്ന്, അത് രാഹുൽ ഗാന്ധിൻ്റെ ആവശ്യമായിരിക്കും ഞങ്ങൾ അങ്ങനെ പറയണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം പറയും. ഈ ശബരിമല പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ്. അതിനെ മോചിപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതി? അല്ലല്ല, അതിന് നമുക്ക് ഡീപൊളിറ്റിസൈസ് ചെയ്തേ പറ്റൂ. അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വന്നാൽ ഓൾ പ്ലേസസ് ഓഫ് വർഷിപ്പ്, അത് ഹിന്ദു മാത്രമല്ല, വിൽ ബി ഡീപൊളിറ്റിസൈസ്ഡ്. അത് പിന്നെ ദേവസ്വം ബോർഡ് എന്ന ഒരു സ്ഥാപനം ഹിന്ദു ടെമ്പിൾസിന് മാത്രമാണ്. ആ സ്ഥാപനത്തിൻ്റെ റീവാമ്പും അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാനും ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ ഞങ്ങൾ നിയമങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യും. കാരണം ഭക്തന്മാരുടെ കാശെല്ലാണ് ദേവസ്വം ബോർഡ് മാനേജ് ചെയ്യുന്നത്. അതിൽ ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല, ഓഡിറ്റ് ഇല്ല. 5, 6, 10 കൊല്ലമായിട്ട് ഓഡിറ്റ് നടന്നിട്ടില്ല. ആ കാശ് എവിടെ പോകുന്നു? ഞാനിവിടെ തിരുവനന്തപുരം നേമമണ്ഡലത്തൊരു പരശുരാമസ്വാമി അമ്പലത്തിൽ പോയി. വലിയൊരു ഹിസ്റ്റോറിക്കൽ ടെമ്പിളാണ്. അവിടെ ഹിന്ദു ചടങ്ങിലൊരു ബലി എന്ന് പറയുന്നു, ഒരു മരിച്ചാൽ അവിടെ ആ സ്ഥിതി കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം. എത്ര കൊല്ലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ആ വള്ളത്തിൽ ആരെങ്കിലും മുങ്ങിയാണ്ടല്ലോ, എൻ്റെ അച്ഛൻ മരിച്ചു, ഞാൻ അവിടെ പോയി മുങ്ങുന്നു, എൻ്റെ ചടങ്ങാണ്, ഞാൻ അവിടെ മുങ്ങിയാൽ ഡയറക്റ്റ് ആശുപത്രിയിൽ പോകും. ആ സ്ഥിതിയാണ്. ക്ലീൻ ചെയ്തിട്ടില്ല. എന്നിട്ട് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഒരു അനാസ്ഥേൻ്റെ സ്ഥിതി ആണ് ഇപ്പോൾ കാണാൻ നമുക്ക് എല്ലാവരും കഴിയുന്നത്. അത് മാറ്റണം. പിന്നെ മറ്റൊരു കാര്യം, ഇക്കണോമിക് സ്ഥിതി, സംസ്ഥാനത്തിൻ്റെ ഇക്കണോമിക് സ്ഥിതി 6 ലക്ഷം കോടി കടം വാങ്ങിച്ച് ശരിക്കും ഒരു കടത്തിൻ്റെ കിണറ്റിൽ കയറി നമ്മൾ ആ സ്ഥിതിയിലാണ്. അതിനെ മാറ്റണം. അത് മാറ്റണമെങ്കിൽ ഒരു ഗ്രോത്ത് വന്നില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഒരു ഇക്കണോമിക് ഗ്രോത്ത് വന്നാൽ മാത്രമേ ഈ കടം എന്നൊരു എന്താ പറയുക, ഒരു ഡെറ്റ് ട്രാപ്പ് ഉണ്ടല്ലോ, അതിന് രക്ഷിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഈ BJPയോട് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായൊരു ഐത്തം ഇവിടെ ഉണ്ട്. പലതും പറഞ്ഞ് അതൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ 100% കാണുന്നു. എനിക്ക് 24 ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പൊഴിയൂരും തീരദേശത്തെല്ലാം സന്ദർശിച്ച് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, മുസ്ലിം പള്ളിയിൽ കയറുമ്പോൾ എനിക്ക് അപ്പം തന്നെ എൻ്റെ പ്രവർത്തകരിൽ ഉള്ളിലും അവരുടെ ഉള്ളിലും ഒരു എന്താ ഡിസ്റ്റൻസ് മനസ്സിലായില്ലേ? ഇന്ന് അതൊന്നുമില്ല. ഞാൻ എവിടെയും പോകുന്നുണ്ട്. ചിലർ ഓപ്പണായിട്ട് പറയുന്നു, ഞങ്ങൾ ലെഫ്റ്റിനാണ് വോട്ട് കൊടുക്കാൻ പോകുന്നത്, ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് കൊടുക്കും, ഇതാണ് കാരണം. എന്നാലും പിണക്കമില്ല. അങ്ങനെ ഒരു ഹോസ്റ്റിലിറ്റി എന്നൊരു ഫീലിംഗ് മാറി അല്ലേ? അത് മാറി വരുന്നു. ഞാനിപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച 2 മുസ്ലിം പള്ളിയിൽ കയറി. എന്നിട്ട് അവർ പള്ളിയിൽ നിന്ന് പുറത്ത് വരുന്നവരെ ഞാൻ പറഞ്ഞു, ഞാൻ സ്ഥാനാർത്ഥിയാണ്, വോട്ട് തരണം, സഹായിക്കണം. നമ്മൾ അതിലൊരു 50% ജനങ്ങൾ എൻ്റെ കൈ പിടിച്ചു. പിന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലേ? 24 ഞാൻ അനുഭവിച്ചതും ഇന്ന് ഞാൻ അനുഭവിക്കുന്നതിന് വലിയ മാറ്റം എനിക്ക് പേഴ്സണൽ ലെവലില്. ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ എന്തായിരിക്കും എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് വളരെ കംഫോർട്ട് ഉണ്ട്. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഈ വികസനം, അതിൻ്റെ പങ്കാളിയായിട്ട് അതിന് പിന്തുണ കൊടുക്കുന്നത് എല്ലാ മലയാളികളാണെന്ന് എനിക്ക് സംശയമില്ല. ജാതി മതമൊന്നും ഒന്നുമില്ല. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ FCRA ഇപ്പം വന്നിരിക്കുന്നു. ക്രൈസ്തവ വിഭാഗമായിട്ട് BJP വളരെ അടുക്കുന്നുണ്ട്. പക്ഷേ FCRA ഒരു വിഷയമായില്ലേ? അല്ല, ഒരു വിഷയമൊന്നുമല്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു വിഷയങ്ങളൊന്നുമില്ല, വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മാനുഫാക്ചേർഡ് കോൺട്രവേഴ്സീസ് ആണ്.
FCRA ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രമാണോ? അല്ലോ, എല്ലാരോ? അത് ഹിന്ദു അമ്പലങ്ങൾ, സിന്ധീസ്, എത്രയോ പേരിന്റെ NGOs റെഗുലേറ്റ് ചെയ്യുന്ന മഠമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അപ്പോ തിരുപ്പതി ദേവസ്വം ബോർഡ്, അപ്പൊ അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ. അവരെ കുറിച്ച് എന്താണ് ജോസ് കെ മാണി ഒന്നും പറയാത്തത്? അവരെ കുറിച്ച് എന്താണ് പിന്നെ കോൺഗ്രസ് ഒന്നും പറയാത്തത്? എന്തുകൊണ്ട് ഇത് ക്രിസ്ത്യൻസിന് മാത്രം ബാധിക്കുന്ന ഒരു പ്രചരണം നടത്തുന്നത്? ഒരുപക്ഷെ കേരളത്തിൽ പോലും ഈ ക്രിസ്ത്യനേക്കാൾ കൂടുതൽ ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം അല്ലേ? കറക്റ്റ്. അപ്പോൾ ഇതെല്ലാം ഒരു പ്രചരണമാണ്, പേടിപ്പിക്കുക. ഹാഫ് ഇൻഫർമേഷൻ, ഒരു പകുതി നുണയും ഒരു ഫുൾ മസാല ഇട്ടിട്ട് ജനങ്ങളെ ഒരു ഡിസ്ട്രാക്ട് ചെയ്യുക. ഞാൻ എല്ലാവരോടും സംസാരിച്ചു, ഇത് മണി ലോണ്ടറിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. കാരണം FCRA വഴി കുറേ സ്ഥാപനങ്ങൾ മണി ലോണ്ടറിങ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് ഈ ലൂപ്പ് ഹോള് അവർ ടൈറ്റൻ ചെയ്യുന്നത്. കുറേ എല്ലാം ആർച്ച് ബിഷപ്സും എല്ലാം മനസ്സിലാക്കി സമ്മതിച്ചു. ഓക്കെ വി ഹാവ് അണ്ടർസ്റ്റുഡ്. പക്ഷേ ഞാൻ ഇന്നലല്ല മിനിഞ്ഞാന്ന് മനസ്സിലാക്കിയത് വൈകുന്നേരം ഉച്ചയ്ക്കും പിന്നെ 2-3 സീനിയർ ആർച്ച് ബിഷപ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാം ഞങ്ങളുടെ ആൾക്കാരെല്ലാം പറഞ്ഞു ഞങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു. ഇങ്ങനൊരു ആശങ്കയുണ്ട്. ആശങ്ക ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്യരുത്. നമ്മൾ അവരെ സമയമുണ്ടല്ലോ, ഇതിപ്പോൾ വലിയ അർജൻറ്റ് ഒന്നുമല്ല, നമ്മൾ സമയമെടുത്ത് അവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്യാം എന്നാൽ അദ്ദേഹം സമ്മതിച്ചു. ഏകദേശം കോൺട്രവേഴ്സി അവസാനിച്ചു നേരത്തിലേക്ക് വേണേൽ പറയാം. കോൺട്രവേഴ്സി ഉണ്ടായിരുന്നില്ല, മാനുഫാക്ചേർഡ് ആയിരുന്നു. ആ മാനുഫാക്ചറിങ് സ്ഥിതി പൊളിഞ്ഞു, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അല്ല, അപ്പം ഇത് നിലവിലുള്ള ഒരു പറ്റാത്ത ഒരു പ്രധാന പോയിന്റ്, ഞാൻ അതിൽ ഡീപ്പിലേക്ക് പോകുന്നില്ല. ഇവർ മെയിൻ കൺസേൺ ആയി പറയുന്നത് ഇപ്പം പാർഷ്യലി ഫണ്ടഡ് ആയിട്ട് FCRA എന്ന വിദേശ ഫണ്ട് പാർഷ്യലി തുടങ്ങിയ ഒരു സ്ഥാപനമാണെങ്കിൽ അതിന് ലൈസൻസ് സസ്പെൻഡിൽ ആ സ്ഥാപനം തന്നെ പിടിച്ചെടുക്കും എന്ന് പറയുന്നുണ്ട്. അല്ലല്ല, അത് ആ ഫണ്ട് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലല്ല, അതല്ല. ഇതിൽ മണി ലോണ്ടറിങ്ങിൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞ ഒരു ഒബ്ജക്റ്റിൽ കാശ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നു, അത് മാറ്റി ഉപയോഗിക്കുന്നു, അത് തെറ്റാണ്. അത് അണ്ടർ ലോ ക്രൈമാണ്. അതെ, അത് ചെയ്താൽ നിങ്ങൾ ആ കാശ് കൊണ്ട് ഉണ്ടാക്കിയ ആസറ്റ് ഫോർഫിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് വിജയ് മല്യന്റെ എല്ലാം ആസറ്റ് എങ്ങനെയാണ്, അത്രേ ഉള്ളൂ. അതായത് അങ്ങനെ അതാണ് ഇഷ്യൂ. ദുരുപയോഗിക്കുന്ന ഫണ്ടിനേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നിങ്ങൾ ദുരുപയോഗിച്ചാൽ യു ആർ ഇൻ വയലേഷൻ ഓഫ് ദ ലോ. ഇതിനകത്ത് ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ ഇവർ സസ്പെൻഡ് ചെയ്യാറുണ്ട്. സസ്പെൻഡ് ചെയ്ത് തന്നെ എടുക്കും എന്നാണ് പറയുന്നത്. അതാണ് ഈ ആശങ്ക ഉണ്ടാക്കുന്നത്. അത് ആശങ്ക, അത് കറക്റ്റ് അല്ല. സസ്പെൻഡ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ FCRA ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ വഴി കാശ് റേസ് ചെയ്യുന്നത് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അതിന് മിസ്യൂസ് ചെയ്താൽ അതൊരു സീരിയസ് ക്രൈമാണ്. ഇതാണ് പ്രിൻസിപ്പിൾ. ഇനിയിപ്പോ ഞാനത് മിസ്യൂസ് ചെയ്തു, പക്ഷേ സോറി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതൊന്നും നടക്കില്ല. അത് വേണ്ട, മിസ്യൂസ് ചെയ്ത് ചെയ്യാം. മിസ്യൂസ് ചെയ്യുന്ന കൺസെപ്റ്റിൽ ആളുകളെ മിസ്യൂസ്, എന്ത് മിസ്യൂസ്? നിങ്ങൾ ഡെക്ലറേഷൻ കൊടുക്കല്ലോ. ഞാനിപ്പോൾ ഈ FCRA വഴി കാശ് റേസ് ചെയ്യുന്നത് ഓർഫനേജസ് നടത്താനോ സോഷ്യൽ വർക്ക് ചെയ്യാനോ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇത്ര കാശ് റേസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു 10% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആയിട്ട് പോകുന്നു. പക്ഷെ അതല്ല, ഞാൻ പോയിട്ട് 5-star ഹോട്ടൽ ഉണ്ടാക്കുന്നു, എൻ്റെ മകൻ്റെ അക്കൗണ്ടിൽ കാശ് ഇടുന്നു, അത് എൻ്റെ അക്കൗണ്ടിൽ കാശ് കൊടുക്കുന്നു. അല്ലെങ്കിൽ അത് ഏറ്റവും വിഷമകരമായ ഒരു ഇഷ്യൂ, ഞാൻ ഒരു ആൻറ്റി നാഷണൽ അല്ലെങ്കിൽ ക്രിമിനൽ ഓർഗനൈസേഷന് കാശ് കൊടുക്കുന്നു. അതെല്ലാം റോങ് ആണ്. വയലേഷൻ ഓഫ് യുവർ FCRA അഗ്രിമെന്റ്. തെറ്റില്ല, അതിൽ തെറ്റില്ല. തൽക്കാലത്തേക്ക് മാറ്റി ചർച്ച മാറ്റി വെച്ചിരിക്കുന്നു, പരിഹരിക്കാൻ. അതുപോലെ BJPയുടെ ഒരു വളർച്ച അങ്ങ് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്ന വ്യത്യാസം? അല്ല, ഒരു കൊല്ലമായി ഞാനിപ്പോൾ വന്നിട്ട് എക്സാക്ട്ലി 1 year ആയി ഈ ഉത്തരവാദിത്വം എനിക്ക് പാർട്ടി തന്നിട്ട്. അല്ല, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് BJPനെ ചവിട്ടി വെക്കുന്ന ഈ CPMൻ്റെ കോൺഗ്രസിൻ്റെ ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട്, ആ ഒരു രീതി, അതൊന്നും ഇനി നടക്കില്ല. കാരണം ജനങ്ങൾ ഇനിയിപ്പോൾ പറയുന്നത് ഈ 3 പാർട്ടീസും കമ്പീറ്റ് ചെയ്യട്ടെ. ഒരു പാർട്ടീനെ ചവിട്ടി വെച്ചിട്ട് ഞങ്ങളിതൊരു ഡുവോപ്ലി ആക്കാൻ അങ്ങനെ ഒരു താല്പര്യമില്ല. 3 പാർട്ടിയും കമ്പീറ്റ് ചെയ്യട്ടെ, ഒരു വികസന മത്സരമായിട്ട് മാറട്ടെ. ആരാണ് നല്ലത് പാർട്ടി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ ഇവിടുത്തെ ഒരു വലിയ മുതിർന്ന ഒരു CPM ലീഡർ പറഞ്ഞു കേട്ടു,
താക്കോലും പൂട്ടും എല്ലാം എൻ്റെ കയ്യിലാണ്, ഞാൻ പൂട്ടി വയ്ക്കും, BJPക്ക് വരാൻ പറ്റില്ല. ഈ അഹങ്കാരം എല്ലാം അതിൻ്റെ സമയങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം തല്ലിപ്പൊളി പണ്ടുകാലത്തെ രാഷ്ട്രീയമാണ്. അത് ചില കോൺഗ്രസ്സുകാരും അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ CPM-കാരും പറഞ്ഞു. ഇന്ന് ഒരു എൻലൈറ്റൻഡ് മലയാളി വോട്ടറാണ്. എല്ലാവിധ ഇൻഫർമേഷൻ അവർ കയ്യിലുണ്ട്. യൂട്യൂബ് ചാനൽ വഴി, സോഷ്യൽ മീഡിയ വഴി, ഇൻ്റർനെറ്റ് വഴി അവർക്കറിയാം എന്താണ് മറ്റ് സംസ്ഥാനത്തിൽ നടക്കുന്നത്, എന്ത് അവസരങ്ങൾ അവിടെ നടക്കുന്നു, എന്ത് വികസനം അവിടെ നടക്കുന്നു, എല്ലാം കുറ്റമറിയാം. ആ പണ്ട് കാലത്ത് ക്ഷേമ പദ്ധതി മാത്രം തരും, വികസനമൊന്നുമില്ല. അത് ഒരു ലെവലിൽ പോയിട്ട് അതും കിട്ടാത്ത സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ. ജീവനക്കാർക്ക് കാശ് കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതെല്ലാം ഇനി കാൾ മാർക്സ് മരിച്ചിട്ട് കുറേ കാലമായി, USSR പൊളിഞ്ഞിട്ട് കുറച്ച് കാലമായി, ചൈനയിൽ മാർക്സിസം ഉപേക്ഷിച്ചിട്ട് കുറച്ച് കാലമായി. ഇനിയിപ്പോൾ ക്യൂബയുണ്ട്, ഒരു CPM കേരളത്തിലുണ്ട്. രണ്ടും പൊളിയും. അതൊരു കുറച്ച് സമയം കഴിയുമ്പോൾ അതും പൊളിയും. ഇപ്പോൾ CPM-ൽ നിന്നാണോ നമുക്ക് ഇങ്ങോട്ട് കൂടുതൽ BJP-യിലേക്ക് ആൾ വരുന്നത്? അല്ല, അങ്ങനെ ഞാൻ കാണുന്നില്ല. അത് രണ്ട് പാർട്ടീസിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ ഒരു ട്രെൻഡ് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ കോൺഗ്രസ് പെട്ടെന്നൊരു ഡീൽ തുടങ്ങിയത്. അവർ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവരുടെ ഒരു മനസ്സിൽ ഒരു ഓവർ കോൺഫിഡൻസ് കയറി. ഈ ആൻറ്റി ഇൻകംബൻസി വോട്ട്, CPM-ന്റെ എതിരെ ആൻറ്റി ഇൻകംബൻസി വോട്ട് മൊത്തം കോൺഗ്രസിലേക്ക് പോവും. അതായിരുന്നു പണ്ടത്തെ ഒരു സ്റ്റൈൽ. CPM വീഴുമ്പോൾ കോൺഗ്രസിന് ഗുണം, കോൺഗ്രസ് വീഴുമ്പോൾ CPM-ന് ഗുണം. അത് നടക്കുന്നില്ല. കാരണം ആ ആൻറ്റി ഇൻകംബൻസി വോട്ട് പ്രോ ഡെവലപ്മെന്റ് വോട്ട്, ആ ആൻറ്റി ഇൻകംബൻസി വോട്ടാണ് പ്രോ ഡെവലപ്മെന്റ് വോട്ട്. ആ പ്രോ ഡെവലപ്മെന്റ് വോട്ട് BJPക്ക് കിട്ടുന്നത്. അത് കണ്ടിട്ടാണ് ഇവര് പെട്ടെന്ന് പറഞ്ഞത് നോ CPM BJP-ന്റെ B ടീമാണ്. പിന്നെ ആ പ്രചരണം നടത്തിയാൽ ആ ആൻറ്റി ഇൻകംബൻസി വോട്ട് പറയും, പിന്നെ എന്തിനാ ഞാൻ BJP കൊടുക്കുന്നത്? അതായിരുന്നു അവരുടെ കാൽക്കുലേഷൻ. വിഡ്ഢിത്തരമല്ലേ? ആരെങ്കിലും വിശ്വസിക്കുമോ? തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരുമിച്ച് മത്സരിക്കുന്നത് CPM-ഉം കോൺഗ്രസും. 27 സംസ്ഥാനം, 8 യൂണിയൻ ടെറിട്ടറി ഒരുമിച്ച് മത്സരിക്കുന്നത് CPM-ഉം കോൺഗ്രസ്സാണ്. എന്നിട്ടാണ് ഞങ്ങളുടെ B ടീമാണ് A ടീം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം ഇതൊരു വിഡ്ഢിത്തരം. ഇത് ട്രൈ ചെയ്യും, അവരിങ്ങനെ ട്രൈ ചെയ്യും. ഓരോ ദിവസം എൻ്റെ വീട്, എൻ്റെ ഇൻകം ടാക്സ്, ഡീല്, ഇതെല്ലാം അവർ കോൺഗ്രസ്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, പൊളിറ്റിക്കൽ ഒബ്സർവർ ആയി നമ്മളെല്ലാം പോളിറ്റിക്സിലല്ലേ, കോൺഗ്രസിൻ്റെ വീഴ്ച, ഇൻ്റലക്ച്വൽ ഡിക്ലൈൻ. അവർക്ക് ഒന്നും പറയാനില്ല. ഈ രാവിലെ മുതൽ വൈകുന്നേരം മാനുഫാക്ചേർഡ് നുണകൾ, മാനുഫാക്ചേർഡ് കോൺട്രി. ഒരു ഒറ്റ ഒറിജിനൽ ഐഡിയ ഒന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കോൺഗ്രസ് ഒരു ഒറ്റ ഒറിജിനൽ ഐഡിയ. നരേന്ദ്രമോദിനെ തെറി പറയുക, ഇന്ത്യനെ തെറി പറയുക, ഇന്ത്യൻ ഡെമോക്രസിനെ തെറി പറയുക, ഇന്ത്യൻ ജുഡീഷ്യറി, ഇന്ത്യൻ മീഡിയ, എല്ലാവരും ഇന്ത്യൻ പട്ടാളം പിന്നെ ഇങ്ങനെ പറഞ്ഞ് നടക്കുക അല്ലാണ്ട് വേറെ ഒരു പോസിറ്റീവ്. ഈ ഇന്ദിരാ ഗ്യാരണ്ടീസ് എല്ലാം പറയുമ്പോൾ ആ ഇന്ദിരാഗാന്ധി, പാവം ഇന്ദിരാഗാന്ധി നല്ലൊരു ലീഡറായിരുന്നു, എന്തിനാണ് ഇന്ദിരാഗാന്ധിൻ്റെ പേര് ചീത്താക്കുന്നത്? അല്ല, KSRTC-യിൽ സൗജന്യ ടിക്കറ്റ് കൊടുക്കുമ്പോൾ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? KSRTC-ക്ക് ബസ്സില്ല. ഓരോരോ KSRTC ബസ്സിൽ തിരക്കി പാവങ്ങൾ അവിടെ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഇത് ഫ്രീ ആയിട്ട് കൊടുത്താൽ പിന്നെ എന്താ നടക്കാൻ പോകുന്നു? അവിടെ KSRTC പൊളിയും. അതെ, വേറെ എന്താ നടക്കാൻ പോകുന്നു? ഇതിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരൊരു ബേസിക് അസംപ്ഷൻ നമ്മൾ ഈ ഇലക്ഷനിൽ പൊടിക്കണം. എന്താണ് അസംപ്ഷൻ? ജനങ്ങളോട് എന്തും പറഞ്ഞ് കണ്ണിൽ പൊടിയിട്ട് അവരെ വിഡ്ഢിയാക്കാൻ സാധിക്കും എന്നൊരു ബേസിക് അസംപ്ഷനാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കോർ. ഈ ഡീലിൻ്റെ കാര്യം പറയുമ്പോൾ ഈ തൃപ്പൂണിത്തറയും ഏറ്റുമാനൂരും ഒക്കെ 2020-ക്ക് കൊടുത്തതൊരു ഡീലാണ് എന്ന് സംശയം തരുന്ന അതിങ്ങനെ ഒരു ഡീല്. ഞങ്ങളുടെ NDAയിൽ 2020 എന്നൊരു പാർട്ടി വരുന്നത്, 2020-ൻ്റെ വികസന കാഴ്ചപ്പാടും ഞങ്ങളുടെ കാഴ്ചപ്പാടിലും ഒരു നല്ല അലയൻസ് ഉണ്ട്. ഞാൻ സാബു ജേക്കബിനെ നന്നായി അറിയാം. അദ്ദേഹം ഒരു നല്ല ഒരു വിഷനുണ്ട്. ഡെവലപ്മെൻറ്റ് ഐഡിയാസും മൈക്രോ ഗവർണൻസ് എന്ന കോൺസെപ്റ്റിൽ അദ്ദേഹത്തിന് നല്ല ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് NDAയിൽ വരുന്നു. അപ്പോൾ ഒരു NDAയിൽ ഒരു പാർട്ടി വരുമ്പോൾ അവരുടെ ഒരു ആവശ്യം അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്നാ പറയേണ്ടത്? നോ എന്നാ പറയേണ്ടത്? അതെന്താ പിന്നെ എന്താ CPM തിരുവനന്തപുരത്ത് CPI-ന് കൊടുക്കാത്തത്? ഈ 2020-യുടെ ഈ ഒരു പാർട്ണർഷിപ്പിനായി
എങ്ങനെയാണ് ഞാൻ കാണുന്ന ഒരു നെറ്റ് പോസിറ്റീവ് പാർട്ട്ണർഷിപ്പാണ്, വലിയ നെറ്റ് പോസിറ്റീവ് പാർട്ട്ണർഷിപ്പാണ്. കാരണം അവരും 13 കൊല്ലമായിട്ട് CPM-നും കോൺഗ്രസിനോട് ഫൈറ്റ് ഫൈറ്റ് ചെയ്യുന്നത്. ചെയ്യുക. അപ്പോൾ അതിൽ നമ്മുടെ ഒരു കോമൺ സ്റ്റാൻഡ് ഉണ്ട്. ഒന്ന്. രണ്ടാമത്തത് 2020 ഒരു മൈക്രോ പഞ്ചായത്ത് ലെവൽ ഗവർണൻസിൻ്റെ പാർട്ടിയാണ്. അതെ അതെ, സക്സസ്ഫുള്ളി. അപ്പോൾ അവരുടെ ആരോഗ്യ മാർക്കറ്റ്, ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ്, ആരോഗ്യ മാർക്കറ്റ്. അപ്പോൾ അത് രണ്ട്. മൂന്നാമത്തത് സാബു ജേക്കബ് ഇൻഡിവിജ്വൽ ലെവലിൽ വലിയൊരു പാഷനറ്റ് ആണ്. ഈ നാടിനെ നന്നാക്കണം, നാടിന് ഒരു കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ അവരുടെ പല പരിപാടിയിലും പങ്കെടുത്തിട്ടുള്ള. അപ്പോൾ ഇതിൽ നല്ല ഒരു അലൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ കറക്റ്റാണ്. തിരുപ്പൂണിത്തറയിൽ BJP ഒരു ശക്തമായൊരു പാർട്ടിയാണ്. പക്ഷേ ഞങ്ങളുടെ കാൽക്കുലേഷൻ, ഞങ്ങൾ രണ്ടാളും ഇന്ന് തീരുമാനിച്ചു, ലീഡേഴ്സ് തീരുമാനിച്ചു, അവിടെ നമുക്ക് 2020 മത്സരിപ്പിക്കാം, നമുക്ക് നോക്കാം. കാരണം തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി മാത്രമല്ലല്ലോ തൃപ്പൂണിത്തറ അസംബ്ലി. അതെ. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ ഡീലാണെന്നെല്ലാം പറഞ്ഞു നടക്കുന്നത് എല്ലാം കോൺഗ്രസ്സുകാരല്ലേ. SDPI-യുമായിട്ട് മറ്റവർക്കും ഉണ്ടത്. അല്ല, അതല്ലേ ഡീൽ. ഇവിടെ നടക്കുന്ന ഡീൽ എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടേ. ഡീല് മഞ്ചേശ്വരത്തിൽ ആര് പറഞ്ഞിട്ടാണ് SDPI പിൻവലിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം ആരാണ് ഡീൽ ചെയ്യുന്നത്? അല്ല, ഇവിടെ നമ്മുടെ ഇവിടുത്തെ മന്ത്രിയും MLA SDPI-ൻ്റെ കാല് പിടിച്ചിട്ട് പറയുന്നു ഞാൻ സ്വീകരിക്കുന്നു SDPI-ൻ്റെ വോട്ട്. പിന്നെ അടുത്ത ദിവസം പിണറായി വിജയൻ പറഞ്ഞു ഇല്ല, SDPI-ൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഡീൽ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ CPM-ഉം കോൺഗ്രസ്സാണ്. ഞങ്ങൾക്ക് CPM-ൻ്റെ ഒപ്പം ഒരുമിച്ച് പോകാൻ സാധ്യത എന്ന് പറഞ്ഞാൽ -1500 ഇൻഫിനിറ്റി. കാരണം ഞങ്ങൾ എത്ര പ്രവർത്തകരെ കൊന്നതാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ ഒരു വിദ്വാനായിട്ട് ഒരു ദിവസം തീരുമാനിച്ചാലും പ്രാഗ്മാറ്റിക് പോളിറ്റിക്സ്, രാജീവ് ചന്ദ്രശേഖർ CPM-ൻ്റെ ഒപ്പം നമുക്കൊരു എന്താ അന്തർധാരണ വേണം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഞാൻ പറഞ്ഞാൽ എന്നെ തല്ലും. പാർട്ടിക്കാർ തല്ലും, ആളുകൾ ആൾക്കാർ. ഞങ്ങൾ മാറ്റം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് സാധിക്കുമോ? പക്ഷേ ഇവരൊരു പ്രചരണം നടത്തും. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ LDF-ന് പോകാൻ പാടില്ല, ഞങ്ങൾക്ക് കിട്ടണം. ഇത് തെലങ്കാനയിൽ നടത്തിയൊരു തന്ത്രമാണ് കോൺഗ്രസിൻ്റെ. അവിടെ നടന്നു, ഇവിടെ നടക്കില്ല. കാരണം ഞാൻ പറഞ്ഞു ഇത് മലയാളിയാണ്. ഞങ്ങളങ്ങനെ ഈ നിങ്ങളുടെ തന്ത്രങ്ങളൊന്നും പിടിച്ച് വിഡ്ഢികളാവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കേരളത്തിൽ BJP-യുടെ സാധ്യത അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മൊത്തത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ നല്ല സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക മാനദണ്ഡം എടുത്തില്ല? ഞങ്ങൾ സ്മൂത്തായിട്ട് പോയി. ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളെല്ലാം നന്നായി സ്മൂത്തായിട്ട് പോയി. ഒരു വിവാദം ഉണ്ടായിരുന്നു. വിജയമായിരുന്നു, വിന്നബിലിറ്റി ആയിരുന്നു അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. 2020 BDJS, പിന്നെ JRS എന്ന് പറഞ്ഞ ചെറിയൊരു പാർട്ടി, അവരെല്ലാം സ്ഥാനാർത്ഥി തീരുമാനിച്ചത് വിന്നബിലിറ്റി നോക്കിയിട്ടാണ് തീരുമാനിച്ചത്. സ്മൂത്തായിട്ട് പോയി, ഒരു വിവാദം ഉണ്ടായിരുന്നില്ല. ഇത് പ്രശ്നം ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിക്കാണ്. ഞങ്ങളുടെ സിസ്റ്റമിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ഡീല് ചെയ്യുന്നു, അവർക്കാണ് പ്രശ്നം. സമയം പോകുന്നു പറയുന്നതുകൊണ്ട് നിയമത്തെക്കുറിച്ച് നമുക്ക് പറയാം. നിയമം എന്താണ്? നിയമത്തെക്കുറിച്ച് അങ്ങയുടെ സങ്കല്പം? അല്ല, നിയമം ഒരു അങ്ങക്ക് മുൻപരിചയം, അതായത് ലോക്സഭയിൽ മത്സരിച്ച സമയത്ത്? ലോക്സഭയിൽ ഞാൻ ഇവിടെ മത്സരിച്ച വ്യക്തിയാണ്. 35 ദിവസം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. 22,000 വോട്ടിന്റെ ലീഡാണ് നിയമം എനിക്ക് തന്നത്. നിയമം തന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞ ഞാൻ ഇത് കടപ്പാടായിട്ട് കാണുന്നു, ഞാൻ വിടില്ല, ഞാൻ ഇവിടെ ഉണ്ടാവും. എന്നിട്ടാണ് ഞാൻ വീട് വാങ്ങിച്ചു. ഞാൻ MP ആയിരുന്നില്ല, മന്ത്രി ആയിരുന്നില്ല, ഇവിടെ വീട് മേടിച്ച് വീട് വാങ്ങിച്ച് താമസിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ എൻ്റെ ലെവലിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് ഞാൻ പാർട്ടി പ്രസിഡന്റ് ആവുന്നത്. പിന്നെയാണ് എനിക്കൊരു ഉത്തരവാദിത്വം കിട്ടുന്നത്. അപ്പോൾ എനിക്ക് 100% ഒരു കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസമുണ്ട്. നിയമം ജനങ്ങൾ എനിക്കൊരു മാൻഡേറ്റ് തരും. അത് അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് പോയി കാണണം. നിയമം മണ്ഡലത്തിൽ എത്രയോ കൊല്ലമായി പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഇവിടുത്തെ നിലവിലെ MLA ഫ്ലെക്സിൻ്റെ മാസ്റ്ററാണ്. 30 ലക്ഷം അനുവദിച്ചു. എവിടെ അനുവദിച്ചു, എപ്പോൾ വരും കാശ്? ജനങ്ങൾ അതേപോലെ തന്നെ ജീവിക്കുന്നു. 1 കോടി അനുവദിച്ചു. ഇത് ഒരു പ്രോപ്പഗാൻഡ. ഇവരെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു പ്രഷറോ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത MLA-മാരാണ്. എന്തും പറയും, എന്തും പ്രോപ്പഗാൻഡ ചെയ്യും, ജനങ്ങളെ വിഡ്ഢിയാക്കും, പിന്നെയും വരും ഇലക്ഷൻ സമയത്ത് വോട്ട് ചോദിക്കാൻ.
ഇവരല്ലേ എല്ലാം ശരിയാവെന്ന് പറഞ്ഞത്. നിയമത്തെ എന്താ ശരിയായത്? നിയമം പണ്ട് കാലത്ത് ഒരു പഞ്ചായത്തായിരുന്നു, എന്നിട്ടാണ് കോർപ്പറേഷൻ്റെ ഭാഗമായത്. ഇന്നും 50% നിയമത്തിൻ്റെ സ്ഥിതി നോക്കിയാൽ അതേപോലെ തന്നെയാണ്, ഗ്രാമപഞ്ചായത്ത് പോലെ തന്നെ. റോഡില്ല, കുടിവെള്ളമില്ല, ഡ്രെയിനേജ് ഇല്ല, മാലിന്യം എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ചുക്കുമില്ല. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ പിന്നെ എൻ്റെ ഞാനൊരു എന്താണ് നിയമത്തിന് അല്ല, ഒരു മാർഗരേഖ വെച്ചിട്ടുണ്ട്. എനിക്കൊരു അവസരം തന്നാൽ, ഒന്ന്, ഞാൻ എൻ്റെ കടമയായിട്ട് കാണുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന്. ഞാനൊരു പോളിറ്റിക്സിന് വേണ്ടിയിട്ടല്ല, എനിക്ക് സ്ഥാനവും മാനവും പദവിക്കല്ല ഞാൻ മത്സരിക്കുന്നത്. ഒരു വാശിയുണ്ട്, വികസനം കൊണ്ടുവരണം, മാറ്റം കൊണ്ടുവരണം. ആ വികസനവും മാറ്റവും എന്താണെന്ന് ഞാൻ പ്രിൻ്റ് ചെയ്തൊരു ഡോക്യുമെൻ്റായിട്ട് മുമ്പോട്ട് വെച്ചു. ഇതാണ് എൻ്റെ സോഷ്യൽ കോൺട്രാക്ട്. എനിക്ക് അവസരം തന്നാൽ ഇത് ഞാൻ ചെയ്തു തരും. ഇത് എൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കാണുന്നു, എൻ്റെ കടമയായിട്ട് കാണുന്നു. എനിക്കൊരു അവസരം തരും എന്നാണ് ഞാൻ പറഞ്ഞത്. നിയമത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഫാക്ടറികൾ വരാനൊക്കെ ചില പദ്ധതികളുണ്ടാവും. അതുകൊണ്ട് അത് മാത്രമല്ല, അതിൻ്റെ മുമ്പ് ചെയ്യേണ്ടത് ഇവിടെ ബേസിക് പബ്ലിക് സർവീസസ്. ഓക്കെ. കുടിവെള്ളം ഉണ്ടാവണം, ഡ്രെയിനേജ് ഉണ്ടാവണം, ജനങ്ങൾക്ക് ജീവിക്കുന്നൊരു അന്തസ്സില്ലേ, ആ ഒരു ബേസിക് ഡിഗ്നിറ്റി ഉണ്ടാവണം. അതിൻ്റെ അപ്പുറം മറ്റു കാര്യങ്ങൾ ചെയ്യും. റിസർച്ച്, ഇന്നോവേഷൻ ക്ലസ്റ്റർ, സ്റ്റാർട്ടപ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് 16ൻ്റെ BJP ഇലക്ഷൻ പോലെയല്ല. 14 ഒ രാജേട്ടൻ ജയിച്ചുകൂടെ, പക്ഷെ കോർപ്പറേഷൻ CPM-ൻ്റെ ഒപ്പമായിരുന്നു. ഇന്ന് കോർപ്പറേഷൻ CPM-ൻ്റെ BJP-ൻ്റെ ഒപ്പമാണ്. BJP ഭരിക്കുന്ന കോർപ്പറേഷനാണ്. MLA BJP-ൻ്റെ ആയാൽ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. കേന്ദ്രം കോർപ്പറേഷൻ MLA. അപ്പോൾ MLA, അതും ഞാൻ ആയൊരു MLA, എനിക്ക് കുറച്ചെല്ലാം കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പരിഹരിക്കാം, കുറേ പുതിയ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസ ഒരു ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു വിഷ് എന്ന് പറഞ്ഞാൽ ഒരു മാതൃകമായ ഒരു മോഡൽ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി നിയമത്തിന് ഡെവലപ്പ് ചെയ്യണം. എന്തായാലും അങ്ങയുടെ തിരക്കേറിയ സമയത്തിന് വളരെ സന്തോഷം. താങ്ക് യു. എല്ലാവരും താങ്ക് യു.